നോവ സദോയുടെ കാര്യത്തിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതുപോലെ AFF ടെക്നിക്കൽ കമ്മിറ്റി ചില റെക്കമെൻഡേഷൻസ് നടത്തുന്നു. ഏതായാലും വെൽക്കം ബാക്ക് ടു എക്സ്ട്രാ ടൈം. ആദ്യം നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കിക്കിൽ നിന്ന് തുടങ്ങാം. ടോപ്പ് കിക്കിൽ ആദ്യത്തെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AFF ടെക്നിക്കൽ കമ്മിറ്റി ചില ആളുകളെ പല കാറ്റഗറിയിലെ കോച്ചിങ് സ്ഥാനത്തേക്ക് റെക്കമെൻഡേഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം വുമൻസ് ടീമിൻ്റെ ഹെഡ് കോച്ച് എന്ന നിലയിൽ ലാംഗം ചോദാദേവിയെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയ PV അത് അസിസ്റ്റൻ്റായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. അതുപോലെ ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിൽ റോണി ബാലാചാനു, അതുപോലെ അണ്ടർ 16 ഹെഡ് കോച്ച് എന്ന നിലയിൽ ഇഷ്ഫാഖ് അഹമ്മദിനെയാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇഷ്ഫാഖ് അഹമ്മദ് അണ്ടർ 16 ഓൾറെഡി ആയിട്ട് സാഫൊക്കെ നേടി അത്യാവശ്യം നല്ല പെർഫോമൻസ് അദ്ദേഹത്തിന് അണ്ടറിൽ നടത്തിയിട്ടുള്ളതാണ്. അസിസ്റ്റന്റ് കോച്ച് എന്ന നിലയിൽ യാൻ ലോയയാണ്. അതുപോലെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് സക്കി ഹുസൈൻ, അതുപോലെ അണ്ടർ 19 കോച്ച് എന്ന നിലയിൽ രഞ്ജൻ ചൗധരിയും ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിൽ സന്ദീപ് നന്ദി എന്നിവരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറൊക്കെയാണ്, അറിയാമല്ലോ. അദ്ദേഹം ISLലും പ്രവർത്തിച്ചിട്ടുണ്ട് ഗോൾ കീപ്പിംഗ് കോച്ച് എന്ന നിലയിൽ. അപ്പം അദ്ദേഹത്തെയാണ് ഒരു നിർദ്ദേശം നടത്തിയിരിക്കുന്നത്. സോ ഈ പറഞ്ഞ കാറ്റഗറികളിലൊക്കെ സ്ഥിരമായിട്ടൊരു കോച്ച് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അണ്ടർ 23 ടീമിന് ഒരു സ്ഥിരം കോച്ച് വേണം. നാഷണൽ ടീം പോലെ തന്നെ ഒരു പരിഗണിക്കേണ്ട ഒന്നാണ്. ഇപ്പം അണ്ടർ 20 AFC ഏഷ്യൻ കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ടീമുകൾ ഇന്തോനേഷ്യയ്ക്ക് അടക്കം മികച്ച പ്രകടനം നടത്തുമ്പോൾ നാഷണൽ ടീമിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്. അപ്പം അവിടെ കൂടി ഒരു കാര്യങ്ങളൊക്കെ നടത്തണം. സ്ഥിരമായിട്ടൊരു കോച്ച് വേണം. സ്ഥിരമായിട്ട് നമുക്ക് പ്ലെയേഴ്സിനെ വെച്ച് സ്ഥിരം മത്സരങ്ങൾ കളിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ അണ്ടർ 23-ലും ഒരു വിന്നിക്കുറി വായിക്കാൻ അല്ലെങ്കിൽ സീനിയർ ടീമിന് അതൊരു ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുള്ളൂ. അടുത്തൊരു കാര്യമാണ് ഗുജറാത്ത് സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫ്രാഞ്ചൈസി ലീഗ് മെയ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു പറഞ്ഞ പോലെ ഒരു ഫ്രാഞ്ചൈസി ടൈപ്പ് ലീഗാണ്. 6 ക്ലബ്ബുകളാണുള്ളത്, 6 ഫ്രാഞ്ചൈസികൾ. ഇതൊരു ഷോർട്ട് സ്പാനിലാണ് നടക്കുന്നത്. എനിക്ക് 2 വീക്സിനുള്ളിൽ തന്നെ തീരുന്നൊരു സെറ്റപ്പോ മറ്റോ ആണ്. അതായത് 6 ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും. പിന്നെ ഒരു ഫൈനൽ മത്സരമുണ്ട്. പിന്നെ അവർക്ക് ഫ്യൂച്ചറിൽ ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ ടീമുകളെയൊക്കെ വെച്ച് വലിയ രീതിയിൽ നടത്താനുള്ള പ്ലാനുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു ഷോർട്ട് സ്പാനിൽ നടത്തുന്നത്. ഗുജറാത്ത് പോലെയുള്ള ഒരു സ്റ്റേറ്റിലൊക്കെ ഇങ്ങനൊരു ലീഗ് വരുന്നത് നല്ലതാണ്. കാരണം ഫുട്ബോളിന് കുറച്ചും കൂടി ഒരു ഫാൻ സപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ കൂടുതൽ ക്ലബ്ബൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണെങ്കിലും ഒരു ടോപ്പ് ടയറിൽ ഗുജറാത്തിൽ നിന്നൊക്കെ ഒരു ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ അത് രസകരമായിരിക്കും. നോർത്ത് സൈഡിൽ നിന്നൊക്കെ കൂടുതൽ ക്ലബ്ബ് വരണമെന്ന് മാത്രമേ നമുക്ക് ഫുട്ബോളിന് അത്രമേലൊരു പോപ്പുലാരിറ്റി കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയൊക്കെയുള്ള സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ ഒളിമ്പിക്സ് ഒക്കെ വരെ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല സ്റ്റേഡിയംസ് ഒക്കെ വരും. അവിടെ നിന്ന് ക്ലബ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഹൈദരാബാദ് FC വീണ്ടും ഒരു പാൻ എന്നുള്ള നിലയിൽ ഫിഫ കൊടുക്കുന്നു. മറ്റൊന്നുമല്ല, പേയ്മെൻറ്റ് ഓഫ് ഡ്യൂസ്. അതായത് ഇപ്പം ഒഡയോണിൻ്റെയാണ് അദ്ദേഹത്തിന് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന തരത്തിലുള്ളൊരു പരാതി വരുന്നത്. ഏതായാലും ഇതൊക്കെ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുമെന്ന് കേൾക്കുന്നു. അതല്ലെങ്കിൽ ഹൈദരാബാദിന് ഇപ്പോൾ ഒരു പണി തീരില്ല. എത്ര സാലറി പെൻഡിങ് ആണ് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ തീർത്തിട്ട് മാത്രമേ അവർക്ക് ട്രാൻസ്ഫർ ജാലകത്തിൽ ഏതെങ്കിലുമൊക്കെ പ്ലേയേഴ്സിനെ വാങ്ങിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അല്ലെ, നെക്സ്റ്റ് ലീഗിൽ വരാൻ പോകുന്ന ചേഞ്ചസ്. ഇപ്പം മുഹമ്മദൻ ISLലേക്ക് പ്രൊമോട്ടായി കഴിഞ്ഞു. അതുപോലെ 2 മണിപ്പൂരി ക്ലബ്ബുകൾ നെറോക്കയും ട്രാവും റെലഗേറ്റ് ആയി കഴിഞ്ഞു. അതിന് പകരം എന്ന നിലയിൽ ഇപ്പം 2 ക്ലബ്ബുകൾ ലീഗ് 2-ൽ നിന്ന് വരും. അതിലൊരു ക്ലബ്ബ് സ്പോർട്ടിംഗ് ബംഗളൂരു ആണ് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. മറ്റൊരു ക്ലബ്ബ് ഏതെന്നുള്ള നിലയിൽ ഒരു മത്സരം നടക്കുകയാണ്. 27-ാം തീയതി നടക്കുന്ന ഡെംബോയും സുദേവയും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കായിരിക്കും ആ ഒരു സാധ്യത ഉള്ളത്. സോ അത് നമുക്ക് കാണാം ആരായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതുപോലെ തന്നെ വെൽസ് FC എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നൊരു ക്ലബ്ബ് അടുത്ത വർഷം ലീഗ് കളിക്കും എന്നുള്ളതാണ്. അതൊരു കോർപ്പറേറ്റ് ബിഡ് വഴിയൊക്കെയാണ് വരുന്നത്. അവർ നല്ല ഗ്രൂപ്പൊക്കെ ആണെന്നാണ് എനിക്ക് ലിറ്ററലി നോക്കിയ സമയത്തൊക്കെ മനസ്സിലായത്. അവരുടെ ഒരു നല്ല രീതിയിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ നോവ സദോയി എന്ന് പറയുന്ന താരത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റ്സ് വരുന്നു. ഇപ്പം ആശിഷ് നെയ്യ് എന്ന കേൽനോവിൻ്റെ റിപ്പോർട്ടർ, അദ്ദേഹം പറയുന്ന പ്രകാരം ഒരു 2+1 ഡീലാണ്, അതായത് ഒരു മൾട്ടിപ്പിൾ ഇയർ ഡീലാണ് KBFCയും നോവയായിട്ട് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല പെർ ഇയർ 3 CR 3 കോടി രൂപയൊക്കെയാണ് സാലറി എന്ന നിലയ്ക്കൊക്കെയാണ് വരുന്നത്. ഒരു വലിയ ഓഫർ തന്നെയാണ്. സോ ലൂണയ്ക്ക് ഏതാണ്ട് സമാനമായിട്ടുള്ള പണമൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ദിമിയെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇത്രയും വലിയ സാലറി ഒക്കെ കൊടുത്ത നിലയ്ക്ക് നമ്മുടെ മാനേജ്മെൻറ്റ് 3 പ്ലേയേഴ്സിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയ സാലറി കൊടുത്ത് നിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് നടന്നു കഴിഞ്ഞാൽ ദിമിയും കൂടി നിലനിർത്തുക എന്നുള്ളൊരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അതൊരു വൻ സംഭവം തന്നെ ആയിരിക്കും. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും കച്ചകെട്ടി തന്നെ ഇറങ്ങി അടുത്ത സീസണിൽ എന്നുള്ളത് നമുക്കൊക്കെ
പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദിമി സ്റ്റേ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. വലിയ ഓഫർ കൊടുത്തു എന്നുള്ളതൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്, അതായത് മറ്റ് ക്ലബ്ബുകളെ കൊടുക്കുന്നതിനേക്കാൾ. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യമൊക്കെ, ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വലിയ ഓഫേഴ്സൊക്കെ വന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസിൻ്റെ ഒക്കെ ട്വീറ്റ് കണ്ടിരുന്നു അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ എന്താണെങ്കിലും ഈ നോവയെ പറ്റിയും ദിമിയെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ പറയുമ്പോൾ കമൻറ്റ് വരാറുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞതിന് ശേഷം സംസാരിക്കുക എന്നുള്ളതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാത്തത്. സോ ഇതൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഏതായാലും നമുക്കിനി നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് കടക്കാം. ടച്ച് ലൈനിൽ വിക്രം പ്രതാപ് സിംഗ് എന്ന് പറയുന്ന മുംബൈ സിറ്റി FC താരത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 3 മാസം മുമ്പ് ഞാൻ സ്കോർ ചെയ്യാതിരുന്നപ്പോൾ ഉള്ള അതേ കളിക്കാരൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും. കുറച്ച് ഗോളുകൾ നേടിയതുകൊണ്ട് ഞാൻ പക്വത പ്രാപിച്ചു എന്ന് അർത്ഥമില്ല. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ആ തോന്നൽ എനിക്കുണ്ട്. ഞാൻ സ്കോർ ചെയ്തു, അതിനാൽ ഇപ്പോൾ എനിക്ക് വിശ്രമിക്കാമെന്നല്ല, ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിക്രം പ്രതാപ് പറയുന്നത്. ഇത് ഞാൻ എടുത്ത് കോട്ട് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല പ്ലേയേഴ്സും ഒരു സീസണിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തും. അടുത്ത സീസണിൽ ചിലപ്പോൾ ആ ക്ലബ്ബിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ ഓഫറൊക്കെ കിട്ടി വേറെ ക്ലബ്ബിലേക്ക് പോകും. പക്ഷേ അതിന് മുന്നത്തെ സീസണിൽ കണ്ടതിൻ്റെ ഒരു നിഴൽ പോലുമുള്ളൊരു പ്രകടനം ആ പ്ലേയേഴ്സിൽ നിന്ന് കാണാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറേ ഗോളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പ്രകടനമൊക്കെ നടത്തുമ്പോഴത്തേക്കും ഫാൻസൊക്കെ പ്രൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ പല പ്ലേയേഴ്സും മുങ്ങിപ്പോവുകയും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഡിഫറൻസ് ഉണ്ടാകുകയും ചെയ്യുക. സോ അതിനൊരു ഉദാഹരണമാണ് ഇപ്പം വിക്രം പ്രതാപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. സോ അതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുന്ന പ്ലേയേഴ്സിനായിരിക്കും ഒരു ലോങ് ടൈമിൽ ഒരു ഭാവിയുള്ളത്. ഒരു സീസണിൽ എങ്ങനെ നന്നായിട്ട് കളിച്ചു എന്നുള്ളതല്ല, തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ സീസണിലും ഒരു പ്ലെയർ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലെയറെ ഗ്രേറ്റ് പ്ലെയർ, ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ലെജൻഡറി പ്ലെയർ എന്നൊക്കെയുള്ള രീതിയിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കിനി നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കിടക്കാം. സൈഡ് ബെഞ്ച് വന്നൊരു കമൻറ്റ് ഇങ്ങനെയാണ്: ബ്രോ, യുവർ ഓപ്ഷൻസ് ആൾസോ സീം ലൈക്ക് എ മിഡ് ടേബിൾ ടീം സെലക്ഷൻസ്. വൈ കാൻ വി അഫോർഡ് ബിഗ് പ്ലേയേഴ്സ് ലൈക്ക് മോഹൻ ബഗാൻ? ഇങ്ങനെയാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് എന്നുള്ള നിലയിൽ KBFCയുടെ പെർസ്പെക്റ്റീവിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഇന്ന പൊസിഷൻസിൽ മാത്രമാണ് അഡീഷൻസ് വേണ്ടത്, ബാക്കിയുള്ളിടത്ത് വേണ്ട. അപ്പം അതാണ് ഒരു കമൻറ്റിൻ്റെ അർത്ഥം. അതായത് നമ്മൾ മോഹൻ ബഗാൻ ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾ എല്ലാ പൊസിഷൻസിലും സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. സോ എനിക്ക് പേഴ്സണലി ഞാൻ ഫോറിനേഴ്സിൻ്റെ വീഡിയോ ചെയ്തും പറഞ്ഞിരുന്നു, 6 ഫോറിനേഴ്സും ഒരേ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മോഹൻ ബഗാൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്, അല്ലാണ്ട് എനിക്കൊരു നമ്മുടെ ക്ലബ്ബ് മിഡ് ടേബിൾ ക്ലബ്ബാണോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നുമില്ല. എപ്പോഴും നമ്മളൊരു ടോപ്പ് ക്ലബ്ബ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നൊരു ക്ലബ്ബ് ആകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് മോഹൻ ബഗാൻ പോലെ ഈ ഒരു തരത്തിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പം ഈവൻ ഗോവ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒഡീഷ, ആ ഒരു ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും വരണം എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ പോലെ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരുടെ ഒരു ഇത് ട്രോഫീസ് നേടുന്നത് എന്നുള്ളതിന് അർത്ഥമില്ല. പക്ഷേ നമുക്ക് പറഞ്ഞ പോലെ നല്ല സെറ്റ് ഓഫ് 11 പ്ലേയേഴ്സ് വേണം, അതുപോലെ ബാക്കപ്പ് പ്ലേയേഴ്സും വേണം. അല്ലാണ്ട് അങ്ങനെ ചുമ്മാ വാങ്ങിച്ച് കൂട്ടുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു വിശ്വാസവുമാണ് എനിക്കുള്ളത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മിഡ് ടേബിൾ എന്നല്ല, എപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ പറയുന്നതാണ് ചാമ്പ്യൻ മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ക്ലബ്ബ് വളരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് വരെ കാണിക്കാനുള്ള